സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത്. അർമേനിയ വന്നിട്ട് ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നതാണ് ഇവിടെ എത്തണമെന്നുള്ളത്. ടാക്സിയിൽ വന്ന് ഇറങ്ങി ഇവിടെ, എന്നിട്ട് ഇപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാത്തത്. ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ ഫുള്ള് ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ്. റിപ്പബ്ലിക് സ്ക്വയറിൻ്റെ യഥാർത്ഥ മുഖം ഇവിടെ കംപ്ലീറ്റ് ഇതാ കണ്ടില്ലേ, മരത്തിൻ്റെ മുകൾ ഭാഗം വരെ ലൈറ്റ് ഇങ്ങനെ ചുറ്റിയേക്കുവാണ്. ഇതായത് നോക്കി, അടിപൊളിയാണ് ഇവിടെ, അടിപൊളി. ഞാനെന്തായാലും ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാം. ഫസ്റ്റ് നമുക്കിതാ ഇവിടെ തന്നെ ഒന്ന് പോവാം. ഒരുപാട് തിരക്കുണ്ട്. നമ്മുടെ ഇന്ത്യ എന്നുള്ള ആളുകളാണ് കൂടുതലും കേട്ടോ. അർമേനിയയിലുള്ള ആളുകളും ഉണ്ട്, എന്നാൽ ഇന്ത്യക്കാർ ഒരുപാട് പേര് കൂടുതലാണ് ഇവിടെ. കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 9:15 12 മണിക്ക് ഇവിടെ നല്ല ആഘോഷമൊക്കെ ഉള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ ചെറിയ സാധനങ്ങളൊക്കെ സെയിലിന് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, 2025 എന്നുള്ള ആ ഒരു അടിപൊളി, നല്ല രസമുണ്ട്. തണുപ്പ് അത്യാവശ്യമുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. തണുപ്പ് ഒരു വലിയതായിട്ട് തോന്നുന്നില്ല. ഇവിടെ ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോവാം. എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും എല്ലാം മറക്കുന്നൊരു ദിവസം. അതായത് കണ്ടില്ലേ, ക്രിസ്മസിലെ മാനുകളൊക്കെയാണ്. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ക്രിസ്മസ് ട്രീ ആണ് ഇത്. കണ്ടില്ലേ, ഇതെന്താണ്, ചെറിയ എന്തോ സാധനങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചേക്കുവാണ്. ഇങ്ങോട്ട് എല്ലാവരും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ രാവിലെ വരണമെന്ന് ആഗ്രഹിച്ചതാണ്. രാവിലെ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വന്നിട്ട്, ഇവിടെ എങ്ങനെയാണ്, ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അർമേനിയ വന്നിട്ട് 7-8 മാസമായെങ്കിലും സ്ക്വയറിൽ വരുന്ന ആദ്യമായിട്ടാണ്. വന്ന് അന്നോട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഇവിടെ ഒന്ന് വരണമെന്ന്. പക്ഷേ ഇതുവരെ നടന്നില്ല. ഇന്ന് എന്തായാലും തീരുമാനം എടുത്തു. എന്തായാലും ഇവിടെ എത്തി, ഒരുപാട് സന്തോഷം. ഇവിടെ അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ളി LED വർക്കുകളൊക്കെ ഉള്ളൂ. പുറമേ നല്ല ഇരുട്ടാണ്, കണ്ടില്ലേ. ഈ LED-യുടെയൊക്കെ ഒരു ഭംഗി അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ലൈറ്റ് വലിയ ഹാലജൻ ലൈറ്റുകളൊന്നും കാണാറില്ല. എല്ലാം ചെറിയ രീതിക്കുള്ള LED ലൈറ്റുകളാണ്. സത്യം പറഞ്ഞാൽ നേരിട്ട് കാണുന്ന ഇത് തന്നെയാണ് ഭംഗി. നമുക്ക് ഫോണിലൂടെ ആ ഒരു ഭംഗി കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ഒരുപാട് നന്നായിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. നാട്ടിൽ ഞാൻ ന്യൂ ഇയർ ആഘോഷത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇത്ര ഒരു ഭംഗിയുള്ളൊരു കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. അതിലും പുറമേ ഉള്ള രാജ്യത്തായതുകൊണ്ടായിരിക്കാം. എന്തായാലും നന്നായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞാൽ ഇവിടെ പുൽക്കൂടൊന്നും ഇല്ലെന്നാണ്. പക്ഷേ ഇവിടെ സ്റ്റാറുകളൊന്നും കാണാറില്ല കേട്ടോ. സ്റ്റാറും കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി ലൈറ്റ് LED ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് പുൽക്കൂട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കൊള്ളാം. നമുക്കിനത് ആ കാണുന്ന ഭാഗത്തേക്ക് പോവാം. അവിടെ അടിപൊളിയാണ്. ഇതിൽ നിന്ന് നല്ല രസമാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം പോകണം. അവിടെയാണ് ഫുള്ള് ആളുകളുള്ളത് കേട്ടോ. ഫുള്ള് ലൈറ്റ് വർക്ക് നല്ല ഡിസൈനായിട്ട് ചെയ്തേക്കുന്നതൊക്കെ അവിടെയാണ്. ഇവിടെ എല്ലാവരും നല്ല ആഘോഷത്തിലാണ്, കണ്ടില്ലേ. അതായത് കണ്ടില്ലേ, ഗവൺമെൻറ്റിൻ്റെ ഏതോ ബിൽഡിംഗ് ആണ് കേട്ടോ. ഗവൺമെൻറ് സ്ഥാപനമാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെനിൻ സ്ക്വയർ എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന റിപ്പബ്ലിക് സ്ക്വയർ. ഇത് കണ്ടില്ലേ, മരത്തിൽ മുഴുവൻ ലൈറ്റാണ് കേട്ടോ. ഇവർ ഈ മരത്തിൻ്റെ മുകളിൽ വരെ ലൈറ്റുകൾ ചുറ്റിയിട്ടുണ്ട്. അതാ കണ്ടില്ലേ, നല്ല രസമുണ്ട്. അർമേനിയയിൽ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇവർ ന്യൂ ഇയറിൻ്റെ കൂടെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ആ ക്രിസ്മസ് കഥ ഇതാ കണ്ടില്ലേ. ക്രിസ്മസ് പാപ്പായൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ക്ലോക്ക് ടവറാണ്. ഗവൺമെൻറ്റിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് സെക്യൂരിറ്റിയൊക്കെ നിൽക്കുന്ന കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല.
എൻ്റെ ദൈവമേ, അടിപൊളി. റോഡ് ക്രോസ് ചെയ്യാണ്. സത്യം അടിപൊളി. ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടോ? എന്ത് വലിപ്പം നോക്കി. നമ്മളീ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ, ഇത് നല്ല വലിപ്പം. ആ കെട്ടിടത്തിൻ്റെ ഒന്നും ഉയരമുണ്ട് കേട്ടോ. ശരിക്കും ക്രിസ്മസ് ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതാണ് കേട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാണ്. അർമേനിയിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അർമേനിയിൽ 6-ാം തീയതിയാണ് ക്രിസ്മസ്. നമ്മുടെ നാട്ടിലൊക്കെ 25-നാണ് കഴിഞ്ഞത്. ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ജനുവരി 6-നാണ് ഇവർ ഔദ്യോഗികമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആഘോഷവും ഈ ന്യൂ ഇയറിൻ്റെ ആഘോഷവും എല്ലാം കൂടെ ഉണ്ട്. അതാണ് ഇത്ര തിരക്ക്. ഇത് കണ്ടോ, ലൈറ്റൊക്കെ എല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചെറിയ കച്ചവടത്തിനൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്ത് രസമല്ലേ. ജീവിതത്തിൽ ഇതൊക്കെ ആസ്വദിക്കാൻ കിട്ടുന്നൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി. ആൾക്കാരൊക്കെ എത്ര ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും അവർക്കൊന്നും മതിയാകുന്നില്ല കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ നിൽക്കുന്ന ആരെയും കാണുന്നില്ല ഇവിടെ. അത്രയ്ക്ക് നന്നായിട്ടുണ്ട്, അത്രയ്ക്ക് നന്നായിട്ടുണ്ട്. ഇതെന്താണ്, സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നു. പെണ്ണുങ്ങൾ സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഒന്നും പ്രശ്നമല്ല. ഇത്രയും തണുപ്പുള്ള രാജ്യമല്ലേ, അതായിരിക്കും. നമ്മുടെ ക്രിസ്മസ് ട്രീ എവിടെയാണ്? അത് അവിടെ ഉണ്ട് ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് പപ്പായ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. പല പല സ്ഥലത്തായിട്ട് ഓരോ ആളുകളുണ്ട് ഇവിടെയൊക്കെ. ഹലോ, സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സന്തോഷമുണ്ട്. എൻ്റെ സബ്സ്ക്രൈബറാണ്. ഇത് കണ്ടോ ക്രിസ്മസ് പപ്പ. ഇത്രയും കണ്ടതിൽ വെച്ചിട്ട് എന്തുകൊണ്ട് സുഖമല്ലേ? ഇപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്. ഈ നടക്കുന്ന ക്രിസ്മസ് പപ്പായൊക്കെ അല്ലേ, ഇവിടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ 1000 ഡ്രംസ് കൊടുക്കണം കേട്ടോ. അർമീനിയൻ ഡ്രംസ് 1000 ഡ്രംസ് കൊടുക്കണം, എന്നാലേ ഫോട്ടോ എടുക്കാൻ പറ്റൂ. ഫ്രീ ആയിട്ട് എടുക്കില്ലെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ 1000 ഡ്രംസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ള എല്ലാവരും അങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത്. എന്തായാലും നമുക്കിത് ഇങ്ങോട്ടൊന്ന് പോയിട്ടാ. പോലീസുകാരൊക്കെ നിൽപ്പുണ്ട് ഇവിടെ, സുരക്ഷയ്ക്കായിട്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇന്ത്യക്കാരെന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ അറിഞ്ഞായിരുന്നു. ചിലപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ പോലീസൊക്കെ വന്ന് കിടപ്പുണ്ട്. എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടോ എന്നറിയില്ല. ഇതെന്താണ്, കുതിര വണ്ടിയിലൊക്കെ ആളുകൾ വന്നിറങ്ങിയോ? അടിപൊളി. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇവിടെ കുതിര വണ്ടിയിലാട്ടോ ഇവർ വന്നിട്ടുള്ളത്. ഇതാ അടിപൊളി പാവ കുതിര എന്ന് നോക്കി. കൊടും തണുപ്പാണ്, ആ തണുപ്പത്ത് നിൽക്കുന്നത് നോക്കി. കണ്ടിട്ടൊരു കഷ്ടം തോന്നുന്നു കേട്ടോ, പാവം തോന്നുന്നു. തണുത്ത് വിറച്ച് നിൽക്കാൻ തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള കുതിര ആയതുകൊണ്ട് പ്രശ്നമൊന്നും കാണത്തില്ല. റോഡിൽ ഇതൊക്കെ ഇറക്കാവോ എന്തോ, റോഡിൽ കൂടെയാണ് പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, അടിപൊളി. ഇതേ പോണത് നോക്കി. കറക്റ്റ് വാഹനങ്ങളൊക്കെ പോകുന്ന ആ റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. നല്ല ഭംഗിയുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകണമെങ്കിൽ ദേ ഇതുവഴി കറങ്ങി പോകണം. സീബ്ര ലൈനിൽ കൂടെ മാത്രമേ പോകാൻ പറ്റൂ. ഇവിടെ ആളുകളെല്ലാം അത് തന്നെയാണ്. റോഡിൽ കൂടെ എന്നാലും തേരാപ്പാര നടക്കുന്നില്ല. കറക്റ്റായിട്ട് സീബ്ര ലൈനിൽ കൂടെ മാത്രമേ നടക്കുന്നുള്ളൂ കേട്ടോ. ഇന്ത്യക്കാരായാലും ഇവിടുത്തെ അർമീനിയൻസ് ആയാലും എല്ലാം സീബ്ര ലൈനിൽ കൂടെ നടക്കുന്നുള്ളൂ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ റോഡിലെല്ലാം ഇറങ്ങി നടന്ന് വാഹനങ്ങളെല്ലാം ബ്ലോക്കാക്കിയേനെ. ആളുകളൊക്കെ കൂവി വിളിക്കുന്നുണ്ട്. എന്ത് സന്തോഷമാണെന്ന് നോക്കി. ഇവിടെ എന്താണ് ഒരാൾക്കൂട്ടം? ഇന്ത്യക്കാരാണ് കേട്ടോ. ഇന്ത്യ എന്നുള്ള ആളുകളാണ്. ക്രിസ്മസ് പപ്പായെ കൊണ്ടെന്ന് തോന്നുന്നു. നോക്കാൻ എന്തായാലും.
സംഭവം ഒരു പണി കിട്ടി. ഇപ്പോൾ ഇവിടെ ഇന്ന് കളിച്ച സാന്താക്ലോസൊക്കെ അല്ലേ, ഇവർ കുറച്ച് അതിക്രമിച്ചെന്ന് തോന്നുന്നു. പോലീസ് വന്നിട്ട് ആ സാന്താക്ലോസിനെ കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ക്രിസ്മസ് പപ്പായെ പോലീസ് വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് കാര്യമൊന്നും അറിയില്ല. ഇവർ റോഡ് ക്രോസ് ചെയ്ത് വന്നായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല. ഇപ്പോൾ വന്നിട്ട് സാന്താക്ലോസിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഇവിടെ കണ്ടോ, ഈ ബിൽഡിങ്ങിന് താഴെ പാട്ടൊക്കെയാണ് കേട്ടോ. പാട്ടൊക്കെ ഇവർ പാടിയിട്ട്, ഇത് എന്തോ ഹോട്ടലാണോ എന്താണെന്നറിയില്ല. ഹോട്ടൽ പോലെയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ അകത്തേക്ക് കയറാവൂന്നറിയില്ല. ഇതെന്തോ ഹാളാണ്. അതെ, എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നമുക്കെന്തായാലും ദേ ആ ഭാഗത്തൂടെ ഒന്ന് പോയിട്ട് വരാം. അവിടെയൊക്കെ നല്ല തിരക്കുണ്ട്, എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇതെന്താണിത്? ഒരു കാറ് നിറയേതാ സാധനങ്ങൾ വിൽക്കാൻ വെച്ചേക്കുന്നത്. ഇത് നോക്കിയാണ് കാറിൻ്റെ ബോണറ്റ് വരെ അതാ ഈ സാധനങ്ങളാണ്. ഇത് സിഗരറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ബാഗുകൾ, പിന്നെ ചെറിയ ടോയ്സുകൾ, ഓരോ രൂപങ്ങളാണ് ഇവിടുത്തെ. എൻ്റെ പൊന്നെ, നല്ല രസമുണ്ട് കേട്ടോ അത്. ഒന്നല്ല കേട്ടോ, രണ്ടെണ്ണം ഉണ്ട്, രണ്ടെണ്ണം. എന്തായി കണ്ടില്ലേ? ഇത് ഒറിജിനൽ കാറ് തന്നെയാണോ എല്ലാം തോന്നുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടാലറിയാമല്ല, ഇത് കുറച്ച് ചെറുതാണ്. കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് ഇതിനകത്തുള്ളത്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു രീതിയിൽ വെച്ചേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല കേട്ടോ, അത്രയ്ക്കുണ്ട് കാണാനായിട്ട് കാഴ്ചകൾ. അടിപൊളിയാണ്, അടിപൊളി പറഞ്ഞാൽ അടിപൊളി. നമ്മുടെ നാട്ടിലെ കാഴ്ച സൂപ്പറാണ്. ഇതൊരു ക്രിസ്ത്യൻ രാജ്യം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് അത്രയേറെ അതിൻ്റെതായ ഒരു ഭംഗി നേർത്തിക്കൊണ്ട് ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, അടിപൊളിയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നു ഇവിടെ ഇങ്ങനെ എത്താൻ സാധിച്ചതിൽ. ഇവിടെ കണ്ടില്ലേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇട്ടുണ്ട്. ഇവിടെ ഇതിൽ സ്റ്റാറുണ്ട് കേട്ടോ. ഇതിൽ സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. റോഡ് ഫുള്ള് അലങ്കരിച്ചേക്കുക. നമുക്കിനി ക്രിസ്മസ് ട്രീയുടെ തൊട്ടടുത്തേക്ക് പോവാം. നല്ല തിരക്കുണ്ട്. തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. നേരത്തെ ഇത്രയും തണുപ്പില്ലായിരുന്നു, ഇപ്പോൾ സമയം കഴിയുന്നതോറും നല്ല തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. ഫയർഫോഴ്സ് ഒക്കെ വന്ന് കിടപ്പുണ്ടല്ലോ. എല്ലാം മുൻകൂട്ടി കണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിനി നേരെ ആ മരത്തിൻ്റെ അടുത്തേക്ക് പോകാം. ദൈവം എന്ത് തിരക്കാന്ന് നോക്കി. ഇത് കണ്ടോ, ക്രിസ്മസ് ട്രീയുടെ അടുത്തേക്ക് എത്താനായിട്ടുള്ള തിരക്കാണ്. ഇത് നിറയെ ആളുകളാണ്. നേരെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം പോവാം. എന്ത് വലുതാന്ന് നോക്കിയത്. ഇതേത് കണ്ടോ, കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഇത് നോക്കി എന്ത് രസമാണ്, ചെറിയ പട്ടിക്കുട്ടിയൊക്കെ. നമുക്ക് ഇനി ഈ ബ്രിഡ്ജ് കയറിയിട്ട് വേണം നമുക്ക് ഈ ക്രിസ്മസ് ട്രീയുടെ അടുത്തെത്താനായിട്ട്. എന്തായാലും നമുക്ക് കയറാം. നല്ല തിരക്കാണ്. ഇതാ ഇപ്പോഴേ കയറിയാലേ ഇതിൻ്റെ അടുത്തൊന്ന് പോകാൻ പറ്റൂ. എന്ത് വലുപ്പമെന്ന് നോക്കി, അടിപൊളി. എന്തായാലും കയറി നോക്കാം. ആളുകളൊക്കെ അതേ കണ്ടിട്ട് ഇറങ്ങുന്നുണ്ട്. നമുക്ക് എന്തായാലും കയറി നോക്കാം. എന്താണ് ആളുകളൊക്കെ, ഇത്ര ആളുകളൊക്കെ അങ്ങോട്ട് പോകുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് നോക്കാം. ദൈവമേ, ഇത് മുകളിലേക്ക് ചെല്ലുന്നതോറും ഇതിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുന്നുണ്ടോ. ഇതെങ്ങനെയാണ് ഈ ട്രീ നിർമ്മിച്ചേക്കുന്നതെന്ന് നോക്കാം. അത്രയ്ക്കുണ്ട് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. മുകളിലെത്തിയിട്ടുണ്ട്. റോഡാണ് കേട്ടോ, റോഡ് ഇത് കണ്ടില്ലേ. റോഡിൻ്റെ മുകളിലായിട്ടൊരു ഓവർ ബ്രിഡ്ജ്
ഇത് താൽക്കാലികമായിട്ട് ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ക്രിസ്മസ് ആയതുകൊണ്ട് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. ഈ ട്രീയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇത് ഒരുപാട് വലുതാണ്. ഇത് എങ്ങനെയാണ് നിർമ്മിച്ചത്? ഇത് നിർമ്മിച്ചവരെ സമ്മതിക്കണം, അത്രയ്ക്കുണ്ട്. താഴോട്ടിറങ്ങി പോവാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങുവാണ്. ഇത് അടിപൊളി തന്നെ കേട്ടോ, അടിപൊളി. ഇത് എന്ത് ഉയരമാന്ന് നോക്കുന്നതിൻ്റെ ഹൈറ്റ്, അടിപൊളി തന്നെ കേട്ടോ. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ദൈവമേ, സൂപ്പർ തന്നെ. ടൈം ഇപ്പോൾ 10:45 കേട്ടോ. അതിൽ അലാറമൊക്കെ അടിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഈ ട്രീ നിൽക്കുന്നിടത്ത് ഫോട്ടോസ് ഞാൻ കണ്ടത് വെച്ച് ശരിയാണെങ്കിൽ ഈ ട്രീ നിൽക്കുന്നിടത്ത് ഒരു പ്രതിമയായിരുന്നു, ലെനിൻ്റെ പ്രതിമയായിരുന്നു. സോവിയറ്റ് യൂണിയൻ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരിയുടെ ഒരു പ്രതിമയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അർമേനിയ സോവിയറ്റ് യൂണിയൻ്റെ ഭരണത്തിൽ നിന്ന് അവർ സ്വതന്ത്രമായതിനു ശേഷം അവർ ആ പ്രതിമ നീക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ലെനിൻ സ്ക്വയർ എന്നായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ പേര്. പിന്നെ അത് മാറ്റി റിപ്പബ്ലിക് സ്ക്വയർ ആക്കിയിട്ടുണ്ട്. ഇവിടെ ബിയറും കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ ഒരു പ്രശ്നമില്ല, എല്ലാവരും അവരുടെ ആഘോഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നമുക്കിനി ഈ പാലം കയറി നേരെ മറുവശത്തേക്ക് പോകാം. അതേ ലൈറ്റൊക്കെ കിടന്ന് മിന്നുന്നുണ്ടല്ലേ, അത് കുട്ടികളുടെ പാർക്കും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഇനി എന്തായാലും ഈ ബ്രിഡ്ജ് കയറി പോവാം. ഇപ്പോൾ സമയം ഏകദേശം 10:56, 11 മണിയായി. ആഘോഷങ്ങളൊന്നും കാണുന്നില്ല ഇവിടെ. ഈ ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നും കാണുന്നില്ല. ഇവിടെ എന്താണ്, അതാ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ക്രിസ്മസ് പപ്പ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ ക്യാഷ് കൊടുക്കണം, അതുകൊണ്ട് ഫോട്ടോ എടുക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം, എന്താണെന്ന് നോക്കാം. അവിടെ പുൽക്കൂടാണെന്ന് തോന്നുന്നു. ഈ പുൽക്കൂടാണോ? അല്ലല്ല, കോഫി ഷോപ്പാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയേക്കുവാണെന്ന്. ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ട്. ആൾക്കാരൊക്കെ കഴിക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ കോഫി ഷോപ്പുകളാണ്. അത് കണ്ടില്ലേ, എന്ത് മനോഹരമായിട്ട് ഇവിടെ ഇത് പണിഞ്ഞ് വെച്ചേക്കുന്നത് നോക്കി. അടിപൊളി. ഞാൻ കണ്ടില്ലേ, ഫുള്ള് പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാരാട്ടോ ഇവിടെ. പഞ്ചാബിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അതെ, ഇവിടെ ഈ കൂകി വിളിച്ചൊക്കെ ആഘോഷിക്കുന്നതേ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാട്ടോ കൂടുതലും. ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ, അല്ലാത്ത ആളുകളൊക്കെ, ഇവിടെ ഉള്ള ആളുകളൊക്കെ ഫുള്ള് സൈലൻ്റാണ്. ഇത് കണ്ടോ, മരത്തിലൊക്കെ ഇതെന്താ സാധനം? നോക്കി, അടിപൊളി. ദൈവമേ, ഇവിടെ എന്ത് തിരക്കാണ്. ഇവിടെ ഇതിനും വേണ്ടി ഇവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്. നമ്മൾ അവിടെ കണ്ടതിനേക്കാളും നല്ല തിരക്കുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ തണുപ്പ് കൂടി വരുമല്ലേ, കോഫി കുടിക്കാനൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും തിരക്ക്. അയ്യോ, ഈ മരമൊക്കെ നോക്കി, ഈ മരത്തിൽ നിറയെ
ഇത് മരത്തിൽ നിറയെ ലൈറ്റുകളാട്ടോ. ഇവരിത് എങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ വരെ ഈ ലൈറ്റ് നോക്കി, തൊട്ടറ്റത്ത് വരെ ഈ ലൈറ്റുകൾ ഇട്ടേക്കുവാണ്. ഇതെങ്ങനെയാണ് ഈ ലൈറ്റ്? ഇത് സാധാരണ നമ്മുടെ നാട്ടിലേക്ക് ഇടുന്ന പോലെയല്ല, ഇവർ ഈ മരത്തിൽ ചുറ്റി ഇട്ടേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ ചുറ്റിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ മരത്തിൻ്റെ ചെറിയ ചില്ലയിൽ വരെ അതാ ലൈറ്റ് ചുറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഭംഗി കേട്ടോ. നല്ല രസമുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. കുറച്ചുകൂടെ നടന്ന് പോയിട്ട് വരാം, ഇതിൻ്റെ അറ്റം വരെ പോയിട്ട് വരാം. എന്തെങ്കിലും വെറൈറ്റി കാഴ്ചകളൊക്കെ കൊണ്ടു നോക്കാമല്ലോ. ഇത് കണ്ടോ, മാനിൻ്റെ ഒരു രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താഴെ ഫുള്ള് ഇതാ ലൈറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവരിത് ഓണാക്കിയിട്ടില്ല. ഇതിനി എപ്പോഴാണ് ഓണാക്കുന്നത്? 12 മണിയാകുമ്പോഴേ ഓണാക്കുള്ളൂ, അതോ ഇനി 6-ാം തീയതിയേ ഉള്ളോ? ജനുവരി 6-നെ ഉള്ളോ? അറിയില്ല. എന്തായാലും ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. തിരക്കിനിടയിൽ കൂടെ കുറച്ചും കൂടെ നടന്നു നോക്കാം. അതാ ഇവിടെ ചെറിയ രീതിക്കുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്താണിത്? വൈനാണോ? വൈൻ്റെ ബോട്ടിൽസ് ആണോ? അതേപോലെ ഉണ്ട്. അതിലൊന്നും കാണില്ല. എനിക്ക് തോന്നുന്നു വെറുതെ കൗതുകത്തിന് വെച്ചേക്കുന്ന ഞാൻ തോന്നുന്നു കേട്ടോ. അർമേനിയ എന്ന് പറയുന്ന ഈ വൈന് പേര് കേട്ട സ്ഥലമാണ്. ഒരുപാട് പഴക്കമേറിയ വൈനുകളൊക്കെ കിട്ടുന്നത് ഇവിടെയാണ്, അർമേനിയയിലാണ്. ഇത് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചേക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയുള്ള തണുപ്പത്തെ ആൾക്കാർ കൂൾ ഡ്രിങ്ക്സ് ഒക്കെയാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. ഞാൻ വിചാരിച്ച കോഫി ആയിരിക്കുമെന്ന്. കോഫിയും കഴിക്കുന്നുണ്ട്, കോഫിയും കുടിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ. ഇത് കണ്ടോ, വൈനുകളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. പഴയകാല വൈനുകൾ ഒരുപാട് പഴക്കം ചെന്നതാണ് ഇതൊക്കെ. ഇതിൻ്റെ വിലയെ കണ്ടോ, 9500 ഡ്രംസാണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 2000 രൂപ അടുപ്പിച്ച് വരും കണ്ടോ. പലതരത്തിലുള്ള വൈനുകളാണ്. ഇതുണ്ടോ, ജ്യൂസുകൾ. പിന്നെ ഇതെന്താ തോന്നുന്നു, അച്ചാറാണെന്ന് തോന്നുന്നു. എന്താണ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, ഇത്ര ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് ഇവിടുത്തെ വൃത്തിയാണ്. നോക്കിയ പരിസരങ്ങളെല്ലാം എന്ത് ക്ലീനാക്കിയാണ് ഇട്ടേക്കുന്നത്. നോക്കി, ഒരു വേസ്റ്റോ ചവറോ കവറോ ഒന്നും കാണുന്നില്ല ഇവിടെ കേട്ടോ. അത്ര ക്ലീനാക്കി അവിടെ ഇട്ടേക്കുന്ന റോഡും പരിസരവും എല്ലാം. ഈ വർഷം അവസാനിക്കാണ്ട് ഇനി വെറും 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ. 5 മിനിറ്റ്. 2024 അവസാനിക്കാട്ട് വെറും 5 മിനിറ്റ്. ത്രില്ലിംഗ് ആണ്. എന്താണെന്ന് നോക്കാം. ഇനി വെറും 2-1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 12 മണിയായിരിക്കുകയാണ്. 2025 ആയിരിക്കുകയാണ്. എന്താ ആർപ്പ് വിളികളൊക്കെയാണ് നോക്കി ഇവിടെ. ഹാപ്പി ന്യൂ ഇയർ ബ്രോ. പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടെ സാധാരണ പോലെ തന്നെയാണ്. ഒന്നും പ്രത്യേകതയായിട്ട് തോന്നുന്നില്ല. ആളുകളൊക്കെ എന്തോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്.
അർമേനിയയിലെ ആഘോഷമാണ്. 12:03 പക്ഷേ ഇവിടെ എന്ത് പറ്റിയെന്നറിയില്ല. സാധാരണ ഇങ്ങനെയല്ല കാണേണ്ടത്. അതെ, അവിടെ ചെറിയ എന്ത് പറ്റിയെന്നറിയില്ല. അവിടെ ചെറിയ രീതിക്കൊരു ആകാശ കാഴ്ചകളൊക്കെ ഉണ്ട്, വലിയ രീതിക്കില്ല. പണിപാളിയോ നമ്മളിതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. സംഭവം ന്യൂ ഇയർ കഴിഞ്ഞിരിക്കുകയാണ്, പക്ഷേ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ പോലെ തന്നെയാണിതാ. പ്രതീക്ഷിച്ച പോലെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. എന്തായാലും ഇത്ര ആളുകളെ നിരാശപ്പെടുത്തി കേട്ടോ അർമേനിയ. എന്തായാലും അർമേനിയ ഒരു ചെറിയ പടക്കമെങ്കിലും മേടിച്ച് പൊട്ടിക്കായിരുന്നു കേട്ടോ. ഇവിടെ അർമേനിയയുടെ മധ്യഭാഗമായി ഈ റിപ്പബ്ലിക് സ്ക്വയറിൽ ഇത്ര ആളുകൾ നിൽക്കുമ്പോൾ അതേ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയ രീതിക്കൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും കാണുന്നില്ല. ഇത് ഈ കെട്ടിടത്തിന് മറുവശമാണെന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ ഈ മുന്നിലാണ് ഇതൊക്കെ. അതേ ചെറിയ രീതിക്കുള്ള ആഘോഷങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് തുടങ്ങിയിട്ടുണ്ട്. ഇത്ര ആളുകളെ നിരാശപ്പെടുത്തിയോന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നെ നിരാശപ്പെടുത്തി കേട്ടോ. ഞാൻ ഇത്രയൊന്നുമല്ല പ്രതീക്ഷിച്ചത്. ഇത് ഏതൊരു നിമിഷത്തെ പോലെ സാധാരണ നേരത്തെ ഉണ്ടായിരുന്ന ആ സമയം പോലെ തന്നെ 12 മണിയായപ്പോൾ തന്നെ അതേപോലെ തന്നെ നിലനിന്നു. വലിയ ആഘോഷം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഓക്കെ, ക്രിസ്മസ് ആഘോഷം നമ്മുടെ നാട്ടിലേക്കാഴി എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊള്ളാം. ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. റൂമിലേക്ക് പോകണം, ടാക്സി ബുക്ക് ചെയ്യണം. എന്തായാലും നമ്മുടെ 2024 ഒരു നല്ല നിമിഷങ്ങൾ. തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നു. തിരിച്ച് നടക്കുന്നുണ്ട്. അതെ, ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാവരും ആഘോഷം കഴിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ആഘോഷം. എല്ലാവരും ഒന്ന് ഒത്തുകൂടുക, സന്തോഷമായിട്ട് ഒന്ന് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തു. ഇതൊക്കെ തന്നെ ഇവിടുത്തെ ആഘോഷം. നന്നായിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇനി റൂമിലേക്ക് പോവുകയാണ്. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരി ചാച്ചാ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും നിരാശപ്പെടുത്തിയില്ല. പോകാനായിട്ടായി 1:30-1:45 തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി. ഇത് കാണാനാട്ടോ ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് തോന്നുന്നു.